വയനാട്ടിലെ മലയോര മേഖലകളിൽ സമീപകാലത്തുണ്ടായ കടുത്ത മണ്ണിടിച്ചിലും പ്രകൃതി ദുരന്തങ്ങളും കേരളീയ പൊതുസമൂഹത്തെയും ഭരണ സംവിധാനങ്ങളെയും ഒരുപോലെ ആഴത്തിൽ ചിന്തിപ്പിക്കുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്ന കടുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ വയനാട് പോലുള്ള അതീവ പരിസ്ഥിതിലോല പ്രദേശങ്ങളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങൾ കേവലം പ്രകൃതിയുടെ സ്വാഭാവിക പ്രതിഭാസങ്ങൾ മാത്രമായി തള്ളിക്കളയാനാവില്ലെന്ന് സമീപകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. മുൻ വർഷങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലുകളുടെയും കെടുതികളുടെയും കൈപ്പേറിയ ഓർമ്മകൾ ജനമനസ്സുകളിൽ നിന്ന് മായുന്നതിന് മുൻപ് തന്നെ സമാനമായ രീതിയിൽ വീണ്ടും അപകടങ്ങൾ ആവർത്തിക്കുന്നത് പ്രകൃതി നൽകുന്ന ശക്തമായ മുന്നറിയിപ്പുകളെ നാം വേണ്ടത്ര ഗൗരവത്തോടെ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിലിൽ നിന്ന് തുടങ്ങി വയനാട്ടിലെ മേപ്പാടി വരെ നീളുന്ന വലിയ തുരങ്കപാത പദ്ധതി മേഖലയിലെ മണ്ണിടിച്ചിൽ ഇതിന് ഉത്തമ ഉദാഹരണമാണ്. താമരശ്ശേരി ചുരത്തിലെ അതിരൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം എന്ന നിലയിൽ വിഭാവനം ചെയ്യപ്പെട്ട കോഴിക്കോട് മറിപ്പുഴ മുതൽ വയനാട് മീനാക്ഷി പാലം വരെയുള്ള ഏകദേശം 8.73 കിലോമീറ്റർ നീളമുള്ള ഈ പദ്ധതി രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ തുരങ്കപാതയായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. വലിയ സാമ്പത്തിക ചിലവും സാങ്കേതിക തികവും അവകാശപ്പെടുന്ന ഇത്തരം വികസന പദ്ധതികൾ പരിസ്ഥിതി സുരക്ഷ ഉറപ്പാക്കാതെ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലിയ തോതിൽ കുഴിച്ചെടുക്കുന്ന മണ്ണ് ശാസ്ത്രീയമായ രീതിയിൽ നീക്കം ചെയ്യാതെയും സംരക്ഷിക്കാതെയും മലഞ്ചെരുവുകളിൽ തന്നെ കൂട്ടിയിട്ടതാണ് ഇപ്പോഴത്തെ വലിയ അപകടത്തിന് വഴി തെളിച്ചതെന്ന തരത്തിലുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉയർന്നു വരുന്നത്. ഭരണകൂടവും ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇതിനു മുൻപും ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളിലെ സുരക്ഷാ വീഴ്ചകളെ കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ഈ ദുരന്തം മനുഷ്യന്റെ അശ്രദ്ധയും നിയമലംഘനങ്ങളും കൊണ്ട് സംഭവിച്ചതാണെന്ന നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിന് കാരണക്കാരായ വ്യക്തികളെയോ കരാറുകാരെയോ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനേക്കാൾ പ്രാധാന്യം ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ മുൻകരുതലുകളും ശാസ്ത്രീയമായ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുന്നതിനാണ് കേരളം നൽകേണ്ടത്. പശ്ചിമഘട്ടത്തിന്റെ മലയോര മേഖലകളുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പരിശോധിച്ചാൽ അവ അതീവ ദുർബലമായ ഘടനയുള്ളതാണെന്ന് കാണാം. കനത്ത മഴ പെയ്യുമ്പോൾ ചരിവേറിയ മലഞ്ചെരുവുകളിലെ മണ്ണിന്റെ ഘടന മാറുകയും വനനശീകരണവും അനിയന്ത്രിതമായ മനുഷ്യ ഇടപെടലുകളും കൂടി ചേരുമ്പോൾ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിനുമുള്ള സാധ്യതകൾ പല മടങ്ങായി വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇത്തരമൊരു സങ്കീർണമായ ഭൂപ്രദേശത്ത് 2134 കോടി രൂപയോളം ചിലവിട്ട് 33 ഹെക്ടറിലധികം ഭൂമി ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ഭീമൻ പദ്ധതി നടപ്പിലാക്കുമ്പോൾ സാധാരണ നിലയിലുള്ള പൊതുമരാമത്ത് സുരക്ഷാ മാനദണ്ഡങ്ങൾ മാത്രം പാലിച്ചാൽ പോരാ എന്ന യാഥാർത്ഥ്യം അധികാരികൾ തിരിച്ചറിയേണ്ടതുണ്ട്. മുൻപ് ചൂരൽമല, പുത്തുമല, കവളപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉണ്ടായ സമാനതകളില്ലാത്ത ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ നടന്നത് ഇതേ തുരങ്കപാത പദ്ധതി പ്രദേശത്തിന്റെ പരിധിയിൽപ്പെടുന്ന സ്ഥലങ്ങളിലാണ് എന്നത് ഈ പദ്ധതിയുടെ പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ച് വലിയ ആശങ്കകൾ ഉയർത്തുന്നു. മുൻപ് പ്രതിപക്ഷ നേതാവായിരിക്കെ ഈ പദ്ധതിയുടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാടുകൾ ഈ സാഹചര്യത്തിൽ അതീവ നിർണായകമായി മാറുകയാണ്. വികസന പദ്ധതികൾ നാടിന് ആവശ്യമാണെങ്കിലും അവ പൂർണ്ണമായും പരിസ്ഥിതി സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടും ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലും മാത്രമേ നടപ്പിലാക്കാവൂ എന്ന അദ്ദേഹത്തിന്റെ നിലപാട് നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നുമുണ്ട്. കള്ളാടിയിലുണ്ടായ വലിയ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്തെത്തി മുഖ്യമന്ത്രി നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് ഈ വിഷയത്തിന് ഭരണകൂടം നൽകുന്ന പ്രാധാന്യത്തെ വ്യക്തമാക്കുന്നു. തുരങ്ക നിർമ്മാണ വേളയിൽ ഉണ്ടാകുന്ന പരിസ്ഥിതി ആഘാതങ്ങളെ കുറിച്ച് വിശദമായ പഠനങ്ങൾ നടത്താതെയാണ് മുൻ സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോയതെന്ന് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള പരിസ്ഥിതി സംഘടനകൾ ശക്തമായി ആരോപിക്കുന്നുമുണ്ട്. ഒരു വികസന പദ്ധതിയുടെ പ്രൊജക്ട് രൂപരേഖയ്ക്ക് അംഗീകാരം നൽകുന്നതോടെ ഭരണകൂടത്തിന്റെയോ കരാർ കമ്പനിയുടെയോ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല. മറിച്ച് നിർമ്മാണത്തിന്റെ ഓരോ സൂക്ഷ്മഘട്ടത്തിലും പരിസ്ഥിതി സുരക്ഷയും ദുരന്ത സാധ്യതയും നിരന്തരം വിലയിരുത്താനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. തുരങ്കം നിർമ്മിക്കുന്നതിനായി മല തുറന്നു മാറ്റുന്ന മണ്ണ് എവിടെ നിക്ഷേപിക്കണം, അത് എത്ര കാലം അവിടെ സൂക്ഷിക്കാം, കനത്ത മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപായി അത് എങ്ങനെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം തുടങ്ങിയ കാര്യങ്ങൾ കരാറുകാരന്റെ മാത്രം താല്പര്യങ്ങൾക്കോ വിവേചനത്തിനോ വിട്ടുകൊടുക്കാൻ പാടുള്ളതല്ല. അനിയന്ത്രിതമായി മണ്ണ് കൂട്ടിവെക്കുന്നത് സ്വാഭാവിക ജലപ്രവാഹങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ടോ എന്നും മണ്ണിന്റെ അമിതമായ ഭാരം മലഞ്ചെരിവുകളുടെ ചരിവിനെ എപ്രകാരം ബാധിക്കുമെന്നും കൃത്യമായ എഞ്ചിനീയറിംഗ് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്.
ഇതിനായി വ്യക്തമായ നിയമപരമായ മാർഗനിർദ്ദേശങ്ങളും കർശനമായ സർക്കാർ മേൽനോട്ടവും നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ തൽക്ഷണം കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ആർജവവും ബന്ധപ്പെട്ട വകുപ്പുകൾ കാണിക്കേണ്ടതുണ്ട്. കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ പൊതുമരാമത്ത് വകുപ്പ് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ സുരക്ഷാ കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. ഓരോ വർഷവും കനത്ത മഴ പെയ്യുമ്പോൾ മലയോര മേഖലകളിൽ ജീവിക്കുന്ന പതിനായിരക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന തരത്തിലുള്ള വികസന മാതൃകകൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരം സങ്കീർണമായ മലയോര മേഖലകളിൽ അടിസ്ഥാന സൗകര്യ വികസനം നടത്തുമ്പോൾ പാലിക്കേണ്ട കർശനമായ സുരക്ഷാ ഓഡിറ്റിംഗിന്റെ ആവശ്യകതയിലേക്കാണ് കള്ളാടി ദുരന്തം വിരൽ ചൂണ്ടുന്നത്. പശ്ചിമഘട്ടത്തിന്റെ തനതായ ആവാസ വ്യവസ്ഥയെയും ഭൂഗർഭ ജലഘടനയെയും പൂർണ്ണമായി മനസ്സിലാക്കാതെ നടത്തുന്ന വലിയ തോതിലുള്ള പാറ പൊട്ടിക്കലും മലയിടിക്കലും വരും തലമുറകൾക്ക് വലിയ വില നൽകേണ്ടി വരുന്ന പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുന്നത്. ഭരണകൂടത്തിന്റെ വികസന അജണ്ടകളും ജനങ്ങളുടെ സുരക്ഷിതത്വവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. തുരങ്ക നിർമ്മാണം പോലെയുള്ള സങ്കീർണമായ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റുകളിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ കൂടി മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ടുള്ള സുരക്ഷാ പ്ലാനുകൾ ഉണ്ടാകണം. വരും വർഷങ്ങളിൽ മഴയുടെ തീവ്രത വർദ്ധിക്കുമെന്ന ശാസ്ത്രീയ പ്രവചനങ്ങൾ നിലനിൽക്കെ പഴയകാല നിർമ്മാണ രീതികളുമായി മുന്നോട്ടു പോകുന്നത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും പരിസ്ഥിതി വിദഗ്ധരുടെയും സ്വതന്ത്രമായ ഒരു സമിതി രൂപീകരിച്ച് നിർമ്മാണ സ്ഥലങ്ങളിൽ ആഴ്ചതോറും പരിശോധനകൾ നടത്തുകയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നിയമം ലംഘിക്കുന്ന കരാറുകാർക്ക് വലിയ പിഴ ചുമത്തുകയും അവരുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യുന്നത് പോലുള്ള കടുത്ത നടപടികളിലൂടെ മാത്രമേ ഇത്തരം വീഴ്ചകൾ ഭാവിയിൽ തടയാൻ സാധിക്കൂ. മലയോര ജനതയുടെ ആശങ്കകൾ പരിഹരിക്കാനും അവരുടെ സുരക്ഷ ഉറപ്പാക്കാനും സർക്കാരിന് വലിയ ബാധ്യതയുണ്ട്. തുരങ്കപാതയുടെ നിർമ്മാണം സൃഷ്ടിക്കുന്ന പരിസ്ഥിതി ആഘാതം കേവലം ഒരു പ്രാദേശിക പ്രശ്നമായി കാണാതെ സംസ്ഥാനത്തിന്റെ ആകെ പരിസ്ഥിതി സന്തുലനത്തെ ബാധിക്കുന്ന ഒന്നായി കാണേണ്ടതുണ്ട്. വൻതോതിൽ വനഭൂമി ഏറ്റെടുക്കുമ്പോഴും മലകൾ തുരക്കുമ്പോഴും പ്രാദേശികമായ ജൈവ വൈവിധ്യത്തിന് ഉണ്ടാകുന്ന നാശം നികത്താനാവാത്തതാണ്. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി വിവിധ കമ്മിറ്റികൾ സമർപ്പിച്ച റിപ്പോർട്ടുകളിലെ നിർദ്ദേശങ്ങൾ ഇത്തരം ഘട്ടങ്ങളിൽ വിസ്മരിക്കപ്പെടുന്നത് ഖേദകരമാണ്. വികസനം എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമല്ല, അത് ജനങ്ങളുടെ ജീവനും പ്രകൃതിയുടെ നിലനിൽപ്പിനും ഹാനികരമാവരുത് എന്ന സുസ്ഥിര വികസന സങ്കല്പം ഉയർത്തിപ്പിടിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോഴിക്കോട്, വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ പാത യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടങ്ങളെക്കാൾ വലുതാണ് അതുകൊണ്ട് വരാവുന്ന പരിസ്ഥിതി നാശം എന്ന തിരിച്ചറിവ് പരിസ്ഥിതി പ്രവർത്തകർ നിരന്തരം പങ്കുവെക്കുന്നു. സമഗ്രമായ ഒരു പുനഃപരിശോധനയും പരിസ്ഥിതി ആഘാത പഠനവും പൂർത്തിയാകുന്നതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന ആവശ്യത്തിന് ഇപ്പോൾ കൂടുതൽ ജനപിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയെയും മനുഷ്യനെയും ഒരുപോലെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാവൂ എന്ന വലിയ പാഠമാണ് ഓരോ ദുരന്തവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആ ഓർമ്മപ്പെടുത്തലുകളെ അവഗണിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും.